സൂപ്പർ 60 പോകുന്ന പാലക്കാട്ടെ ഒരു LP സ്കൂളിലേക്കാണ്. അവിടെ ഒരു അധ്യാപികയുണ്ട്. സിനിമാ പാട്ടിന്റെ ഈണത്തിൽ കുട്ടികളെ കഥ പഠിപ്പിക്കുന്ന ശാരിക ടീച്ചർ. പാഠപുസ്തകത്തിലെ കഥകൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ നദികളുടെ പേരും ശാരിക ടീച്ചർ പാട്ടായി പാടിത്തരും. അധ്യാപക കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ച ശാരിക ടീച്ചറുടെയും മുതുകുന്നിയിലെ കുട്ടികളുടെയും വെറൈറ്റി പഠനം വൈറലാണ്. കണ്ടു നോക്കൂ. പരമ്പരാഗത അധ്യാപന ശൈലിയിൽ നിന്നെല്ലാം മാറി സിനിമാ പാട്ടുകളിലൂടെ കുട്ടികളെ കഥകളും കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയുണ്ട് പാലക്കാട് ആലത്തൂരിനടുത്ത് മുതുകുന്നിയിൽ. ആ അധ്യാപികയെ തേടിയാണ് നമ്മൾ മുതുകുന്നി ALP സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. മുതുകുന്നി സ്കൂളിലെ ആ വൈറൽ ടീച്ചറും കുട്ടികളുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ടീച്ചറെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു പരമ്പരാഗത ശൈലിയൊക്കെ മാറ്റി ഇങ്ങനെ സിനിമാ പാട്ട് പിടിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു? ഇവർ കൊച്ചു കുട്ടികളായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സൗകര്യമായിരിക്കും ഈ സിനിമാ പാട്ടിൻ്റെ ഈണത്തിലാവുമ്പോൾ. അതുകൊണ്ടാണ് ആ രീതിയിൽ. പിന്നെ കുട്ടികൾ തന്നെയാണ് പാട്ടിൻ്റെ ഈണങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഈ ഗുണനപ്പട്ടിക പഠിക്കുമ്പോൾ 2 ഈ 2 4 അങ്ങനത്തെ ഒരു ശൈലി പിടിക്കുക എന്നല്ലാതെ ഈ സിനിമാ പാട്ടിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇത് ശരിക്കും എഫക്റ്റീവ് ആവുന്നുണ്ട് കുട്ടികൾക്ക്? തീർച്ചയായിട്ടും 100% എഫക്റ്റീവാണ്. കാരണം എനിക്ക് ഇതിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം, കഴിഞ്ഞ വർഷം എൻ്റെ മകൾ 3.5 വയസ്സുള്ള എൻ്റെ മകളൊരു നാടൻ പാട്ട് അതിലെ വരികൾ കാണാതെ പഠിക്കുന്നത് കണ്ടു. അപ്പോൾ അതാണ് എനിക്ക്, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ആ രീതിയിൽ പാഠഭാഗങ്ങൾ എത്തിച്ചു കൊടുത്താൽ അവർക്കത് പഠിക്കാൻ കഴിയില്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു ആശയം വന്നതും അത് ഞാൻ ഇവരിൽ ചെയ്തു നോക്കിയപ്പം 100% എഫക്റ്റീവായി. കവികളുടെ പേര് മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാഠഭാഗങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? കവികൾ, ജീവചരിത്രക്കുറിപ്പ്, അതുപോലെ സംസ്ഥാനങ്ങൾ, 28 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതും ജനറൽ നോളജും ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ സിനിമാ പാട്ടുകളും നാടൻ പാട്ടുകളും ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർമാർ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മുതുകുന്നി സ്കൂളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മറ്റ് സർക്കാർ സ്കൂളുകൾ കൂടി ഏറ്റെടുക്കണം. ഇത്തരത്തിലൊരു രീതി പഠന ഭാഗമാക്കണം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.